ഹലോ, 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെല്ലാവരും കളി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. നമ്മുടെ പുതിയ കോച്ചിൻ്റെ കീഴിലുള്ള ഫസ്റ്റ് മാച്ച് തന്നെ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെപ്ര ഒരു ഹാട്രിക് അടിച്ച് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഒരു മാച്ചിനെ വെച്ച് നമ്മുടെ ടീമിൻ്റെ ആ ഒരു പവർ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം മുംബൈ സിറ്റി ഇറക്കിയിരുന്ന അവരുടെ റിസർവ് ടീമിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു മാച്ച് പഞ്ചാബ് മെയിൻ സ്ക്വാഡ് ആയതുകൊണ്ട് പഞ്ചാബിൻ്റെ ഒപ്പമുള്ള മാച്ചും കൂടിയും കണ്ടതിന് ശേഷം നമുക്കത് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എനിവേ, ഡൂറൻ കപ്പ് മാച്ചിൽ ഫസ്റ്റ് മാച്ച് നമ്മൾ ജയിച്ചിരിക്കുകയാണ് വിത്ത് പെപ്ര ആൻഡ് നോവാസ് ഹാട്രിക്. എങ്ങനെയായാലും അവരൊരു ഷോ തന്നെയാണ് നമ്മൾ കണ്ട്. പ്രത്യേകിച്ച് നോവയുടെ റബോണ പോലത്തെ പാസ് ഒക്കെ റൊമാൻറ്റിഫിക്കേഷൻ ആണ്. ബട്ട് ഒരു ടീമിൻ്റെ കൂടെയാണ് കളിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബട്ട് എനിവേ, നമുക്ക് മാച്ചസിൽ കാണാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. എങ്ങനെയായാലും കോച്ച് ഈസ് ഹാപ്പി വിത്ത് ദ ടീം. ഈ ഒരു ഫസ്റ്റ് മാച്ച് കണ്ടിട്ട് എന്തായാലും ഈ ഒരു മാച്ച് ഒന്നും കൂടി ആ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് തന്ന ഒരു സംഭവമാണ് നമ്മുടെ സെലിബ്രേഷൻ. നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം നമ്മുടെ ഫുൾ ടീം നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സെലിബ്രേഷൻ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ അവർ ബ്ലാക്ക് ബാൻഡായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഹാൻഡ് ബാൻഡ്. പിന്നെ ആ ഒരു സെലിബ്രേഷനും കൂടി നമുക്ക് വേണ്ടി ഇട്ടുതന്നപ്പോൾ, അതായത് വയനാട് പീപ്പിൾസിന് വേണ്ടി ഇട്ടുതന്നപ്പോൾ മോർ ഹാപ്പി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ മെമ്പിലോ ഇനി ഇതേപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരണമായിരിക്കും. സോ ഫോർ നൗ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് വഴിയായിരിക്കും ഫസ്റ്റ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ ബൈ.